ഹായ് മാംഗല്യം സീരിയലിൻ്റെ ഇന്നത്തെ ഫുൾ ഡേറ്റ് അപ്ഡേറ്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ് ഇതിനകത്ത് കാണാം. നമ്മൾ ഇന്ന് നോക്കുമ്പോഴത്തേക്കും സീരിയലിനകത്ത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അച്ചും ആവട്ടെ നന്ദനാവട്ടെ അവന്തിയുടെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടി സന്ധ്യയെ കൊണ്ടുവരിക എന്നതാണ് അവരുടെ മെയിൻ പ്ലാൻ. അപ്പം ഇന്ന് സന്ധ്യ വന്നിട്ടുണ്ട്. അപ്പോൾ സന്ധ്യ വന്നു ഉടൻ തന്നെ സേതുമാധവനൊക്കെ സ്വീകരിച്ചു. ഞാൻ അവന്തിയെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കുക എന്ന് പറഞ്ഞു. അയ്യോ അല്ല അച്ഛാ വേണ്ട, ഞാൻ അവന്തിയെ അങ്ങോട്ടേക്ക് പോയി കണ്ടോളാം എന്ന് പറയുന്നു. അതിനുശേഷം ഇവരെല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ് ഇരിക്കുന്നു. അച്ചു പറയുന്നു നല്ലപോലെ എൻ്റെ ഏത്തത്തിയെ നോക്കണേ എന്നൊക്കെ അച്ചു പറയുന്നു. അപ്പം എന്താണ് അച്ചുവിൻ്റെ ഒപ്പം തന്നെ നന്ദനും കളിയാക്കി തന്നെ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അനഘയ്ക്ക് ഭയങ്കര ഒരു പേടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴത്തേക്കും അനഘയുമായിട്ട് ഈ സന്ധ്യ അവന്തിക്ക് കാണാൻ വേണ്ടി റൂമിൽ കയറി ചെല്ലുന്നു. അവന്തിക പക്ഷേ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. നീ വന്ന കാര്യം ചെയ്തിട്ട് പോകും എന്ന രീതിക്കകത്തൊരു ഭയങ്കര ധാഷ്ടയൊക്കെ അവന്തിക കാണിക്കുന്നു. അപ്പോഴത്തേക്കും ഞാൻ വന്ന് നോക്കിയിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് അവന്തിക പറയുന്നത് എന്നെ ചെക്ക് ചെയ്യാനൊന്നും എനിക്ക് സമ്മതമല്ല എന്ന് പറയുന്നു. പക്ഷേ എന്നിരുന്നാലും അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഉടനെ സന്ധ്യ പുറത്തിറങ്ങി വരുമ്പോൾ സന്ധ്യ സങ്കടത്തോടാണ് ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്കും സേതുമാധവൻ ചോദിക്കുന്നു മോളെ കുഞ്ഞിനും അമ്മയ്ക്കൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കുഞ്ഞിനും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, അവർ ആരോഗ്യമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. സന്ധ്യ വളരെ വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ സന്ധ്യയുടെ പിറകെ അച്ചു സന്ധ്യ വിളിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പം സന്ധ്യയോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഏട്ടത്തി ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞതാണോ അതോ ഇത് യഥാർത്ഥത്തിൽ തന്നെ അങ്ങനെയാണോ ചോദിക്കുമ്പം അല്ല യഥാർത്ഥത്തിൽ തന്നെ ആണെന്ന് പറയുന്നു. അപ്പം സന്ധ്യ ഒന്ന് തിരിഞ്ഞ് നന്ദനെ നോക്കുന്നു. നന്ദനും സന്ധ്യയെ നോക്കുന്നു. അപ്പോൾ അവർക്ക് തമ്മിൽ ഒരു ഇഷ്ടമുണ്ടെന്ന് നമുക്കറിയാലോ. അപ്പം അവർക്ക് അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അച്ചുവും നന്ദനും ഭയങ്കര സ്റ്റക്കായി നിൽക്കുകയാണ്. അവന്തിക്കാണെങ്കിൽ ഇവർ ആ മുഖത്ത് ആ ഭാവത്തിനെ ആസ്വദിക്കാൻ വേണ്ടി അവിടെ വന്നിട്ട് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള രീതിക്ക് അത് അവന്തി അവരെ കളിയാക്കും. നിങ്ങളുടെ ഈ മുഖം കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ മനഃപൂർവ്വം ഞാൻ ഗർഭിണി ആയിരിക്കത്തില്ല എന്ന് നിങ്ങളുടെ ഊഹങ്ങളെ അങ്ങോട്ടേക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ അനുവദിച്ച് തന്നത് പോലും അതിനാണെന്ന് അവന്തിക പറയുന്നു. അവന്തിക എല്ലാം ഭയങ്കര രസിക്കുകയാണ്. അവന്തിക പറയുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ എനിക്കുള്ള അതേ വെറുപ്പിനെ ഊട്ടി തന്നെ വളർത്തുകയും ചെയ്യുമെന്ന് അവന്തിക പറയുന്നത് കേട്ടിട്ട് നന്ദനും അച്ഛനൊക്കെ എന്ത് തിരിച്ച് പറയണമെന്ന് അറിയുന്നില്ല. കാരണം കേട്ടത് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാനായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. കാരണം നന്ദന് ഒരു ബന്ധം അവന്തികയായിട്ട് ഇല്ലായിരുന്നു എന്നറിയാം. അപ്പം ഇതായിരുന്നു ഇന്നത്തെ തുടക്കം. അപ്പോൾ അവന്തിക ജയിച്ചതിൻ്റെ സന്തോഷത്തിനകത്താണ് അവന്തിക ഇരിക്കുന്നത്. അവന്തിക അച്ചുവിനോട് പറയുന്നു നിൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ഈ വെല്ലുവിളിക്കാൻ വരല്ല, നീ തോറ്റു പോകത്തേ ഉള്ളൂ. നീ എന്താ വിചാരിച്ചത് ഇവിടുത്തെ ഏറ്റവും മാതൃകാ അമ്മയായിട്ടെന്ന് ഇവിടെ ജീവിക്കാമെന്നൊക്കെ വിചാരിച്ചോ? അതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്ന രാത്രി ബെഡ്റൂമിനകത്ത് നന്ദൻ കിടക്കുന്നു. അപ്പം അവന്തിക ശല്യപ്പെടുത്താൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ കിടക്കാതെ പോയി എനിക്ക് വല്ല പുളിയുള്ളത് വല്ല മേടിച്ചുകൊടുത്താൽ മനുഷ്യ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവന്തിക നന്ദനെ ചൊടിപ്പിക്കാനായിട്ട് കുറേ സംസാരിക്കുന്നുണ്ട്. നന്ദനാണെങ്കിൽ എല്ലാം കൂടെ കേട്ട് തലയ്ക്കങ്ങ് ഭ്രാന്തടിച്ചിരിക്കുവാണ്. അപ്പം ഒന്ന് സ്വസ്ഥത തരുമോ, ഒരു സ്വൈര്യം തരുമോ എന്നൊക്കെ നന്ദൻ ചോദിക്കുന്നുണ്ട്. അവന്തിക ഇതിനൊക്കെ എതിര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നന്ദൻ പറയും നീ ഗർഭിണിയാന്നല്ലേ പറഞ്ഞു, എന്നാൽ പിന്നെ വന്ന് കിടന്നുറങ്ങാൻ നോക്കും. ഉടനെ അവന്തിക പറയുന്നത് അയ്യോ എന്തൊരു എൻ്റെ അടുത്ത് കെയറിങ് ആണ്, എനിക്ക് ഇത്രയും അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവന്തിക കട്ടിലിൽ കയറി കിടക്കുമ്പോഴത്തേക്കും നീ ഇവിടെയോ എന്ന് നന്ദൻ ചോദിക്കുന്നു. അതിപ്പോൾ ഞാൻ ഗർഭിണിയായതുകൊണ്ട് താഴെ ഇറങ്ങി കിടക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അത് കുഞ്ഞിനും ദോഷമല്ലേ എന്ന് പറയുന്നു. നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക ചോദിക്കുന്നു. എനിക്കൊരു 2, 3, 4 കുഞ്ഞുങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നന്ദനെ ഉറങ്ങാൻ സമ്മതിക്കാതെ ശല്യപ്പെടുത്തുവാണ്. അപ്പം നന്ദൻ ലാസ്റ്റിൽ സഹികെട്ട് അവിടുന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അത് കണ്ട് അവന്തിക സന്തോഷത്തോടെ കട്ടിലിൽ കയറി ഇരിക്കുവാണ്. നന്ദൻ പുറത്ത് പോകുമ്പോഴത്തേക്കും കാണിക്കുന്നത് നന്ദൻ സങ്കടപ്പെട്ടുകൊണ്ട് നടക്കുന്നു. അതുപോലെ തന്നെ സന്ധ്യയുടെ വീട്ടിൽ സന്ധ്യയും സങ്കടത്തോടെ കരയുന്നു. ഇതാണ് കാണിക്കുന്നത്. കാരണം അവർ രണ്ടുപേരും തമ്മിൽ ആലോചിക്കുന്നു. നന്ദൻ അന്ന് കള്ളു കുടിച്ചിട്ട് വന്ന സമയത്തിനകത്ത് നന്ദനെ സന്ധ്യ കാറ് കയറ്റിക്കൊണ്ട് വന്നതും ആ സമയത്ത് സന്ധ്യയോട് നന്ദൻ പറയുന്നത് എനിക്ക് നിങ്ങളെപ്പോലത്തെ ഒരു ഭാര്യയായിരുന്നു വേണ്ടത്, ഇതിപ്പം എനിക്ക് പറയാൻ ധൈര്യമില്ലായിരുന്നു, ഇപ്പം കള്ളിൻ്റെ ബലത്തിൽ പറഞ്ഞതാണെന്ന് അന്ന് പറഞ്ഞത് രണ്ടുപേരും ഓർക്കുന്നു. അവരുടെ സങ്കടവും അതിൻ്റെ അനുസരിച്ച് ഒരു മെലോഡിയസ് ഒരു സോങ്ങുമായിരുന്നു അവിടെ പ്ലേയിങ് ഉണ്ടായിരുന്നത്. അപ്പം അവരുടെ സീൻ തന്നെയാണ്. പിന്നെ പിറ്റേ ദിവസം കാണിക്കുന്നത്, പിറ്റേ ദിവസം രാവിലെ അവന്തിക്ക് ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നു സ്നേഹ. അപ്പം അത് കുടിച്ചിട്ട് കുഞ്ഞിന് നല്ലതാന്നൊക്കെ സ്നേഹ അവന്തിയോട് പറയുമ്പം നീ ഇങ്ങ് വാ എൻ്റെ അടുത്തിരിക്കുക, എൻ്റെ അടുത്തിരുന്നിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞ് അവന്തികയുടെ അടുത്ത് സ്നേഹയെ പിടിച്ചിരുന്നു. അപ്പോഴത്തേക്കും അച്ചു മേളിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക. കാരണം ആരും കമൻറ്റ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, പിന്നെ ബൈ.